വിദ്യാ വിനയസമ്പന്ന എന്ന്. അതായത് ലളിതാസ്തവരാജത്തിന്റെ ഫലശ്രുതിയായി ദേവി പറയുന്നത് വിദ്യാ വിനയസമ്പന്ന, അതായത് വിനയത്തെ തരുന്ന വിദ്യ, വിദ്യയ്ക്ക് അധിപതികളാവും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിനയത്തെ തരുന്നത് യാതൊരു വിദ്യയാണോ അതിനെ മാത്രമേ വിദ്യ എന്ന് പറയൂ. അപ്പോൾ ഋഗ്വേദം പോലും അപരാവിദ്യയാണ് വിനയത്തെ തരുന്നില്ല എങ്കിൽ, യജുർവേദം അപരാവിദ്യയാണ് വിനയത്തെ തരുന്നില്ല എങ്കിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പൊ ഒന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, സംസ്കൃതത്തിലെ അഷ്ടാധ്യായിയൊക്കെ കണ്ഠസ്ഥമാക്കിയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഉണാദിയും മറ്റുള്ള മഹാഭാഷയൊക്കെ പഠിച്ച ആളുകൾ കാണാൻ പേടിയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ 10 തലയുള്ള രാവണ പോലെയാണ്, മട്ട് ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിച്ചിട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അത്രയ്ക്കും തലയ്ക്ക് ഭാരമാണ്. ഇത്രയും ഭാരം വെച്ചിട്ട് എവിടേക്ക് കയറി പോകാനാന്നേ, എവിടേക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പൊ വിദ്യാ വിനയസമ്പന്ന, സരളത, ലാളിത്യം കൊണ്ട് മാത്രമേ എല്ലാത്തിനും മറികടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഭഗവതിയാണ് ഇത് നമ്മളോട് പറയണത്. ആ ഭഗവതി വരിച്ച പേരാണ് ലളിത. ലാളിത്യം കൊണ്ട് മാത്രമേ എല്ലാത്തിനെയും മറികടക്കാൻ സാധിക്കൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച ദേവി, ലാളിത്യം എന്ന പേര് സ്വയം സ്വീകരിച്ച ലളിതാ ത്രിപുര സുന്ദരിയാണ് പറയുന്നത്. ഈ സ്തോത്രം ഭക്തിപൂർവം പഠിച്ചാൽ വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നരായി തീർന്ന് നീരോഗാഹ, രോഗമില്ലാത്തവരായി, ദീർഘജീവിനഃ, ദീർഘായുസ്സോടുകൂടി, പുത്രമിത്ര കളത്രാഢ്യഃ, പുത്രന്മാരോടും മിത്രങ്ങളോടും ഭാര്യയോടും കൂടിയവരായിട്ട് എൻ്റെ മതനുഗ്രഹാത്, എൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയെല്ലാമായി തീരട്ടെ, ഭവന്തു, ഭവിക്കട്ടെ എന്നാ പറയണത്. വിഷയം ഇത് ശ്രീവിദ്യയാണ്. വിഷയം ശ്രീവിദ്യയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബലം പിടിച്ചിട്ടോ മസിൽ പിടിച്ചിട്ടോ ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല. അതിന് സരളത തന്നെയാണ് വേണ്ടത്. ലളിതയെ പ്രാപിക്കണമെങ്കിൽ ലാളിത്യം തന്നെ വഴിയുള്ളൂ, വേറെ ഒരു വഴിയില്ല. നിങ്ങൾ എന്ത് വിദ്യ പഠിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ശ്രീചക്രം വരയ്ക്കാൻ പഠിച്ചാലും ശരി, ശ്രീചക്രത്തിൽ ആവരണ ദേവതകളെ പൂജിക്കാൻ പഠിച്ചാലും ശരി, എന്തിനെ പഠിച്ചിട്ട് കാര്യമില്ല, അവിടേക്ക് എത്തില്ല. ലാളിത്യമാണ് ലളിതയെ പ്രാപിക്കുവാനുള്ള വഴി.